റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തൽ. ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയുണ്ടെന്ന് കണ്ടെത്തി. പ്രിൻസിപ്പലിന്റെ പരിശോധനയിലാണ് സ്ഥിരീകരണം. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നത്. ഗോപാൽ ഷീല സനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ഈ അവിടെ തന്നെയുള്ള ഒരു ഉപകരണം കാണാനില്ല എന്നൊക്കെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ്? അപ്പോഴും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ടായിരുന്നു ആ ഉപകരണം അവിടെ തന്നെ ഉണ്ട് എന്ന്. അതെ റോഷ്നി, അന്നേരവും ഹാരിസ് ചിറക്കൽ പറഞ്ഞിരുന്നത് ആ ഉപകരണങ്ങൾ എവിടെയും പോയിട്ടില്ല, മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട് എന്നതായിരുന്നു. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചത്. ആ വിദഗ്ധ സമിതി അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാനില്ല എന്ന പരാമർശമുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വീണ ജോർജ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോഴും ഹാരിസ് ഡോക്ടർ പറഞ്ഞിരുന്നത് ആ വിദഗ്ധ സമിതി മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ മാത്രമാണ് പരിശോധന നടത്തിയത്, അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ അവർ കടന്നിട്ടില്ല, അതിനുള്ളിലേക്ക് ഈ ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ചതാണ്. ഒടുവിൽ ഇപ്പോൾ പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ടിഷ്യൂ മോസിലേറ്ററിന്റെ കാണാതെ പോയി എന്ന് ആരോപിക്കപ്പെട്ട ഭാഗം ആ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്ന കാര്യം. അതായത് ഹാരിസ് ചിറക്കൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ് എന്ന് തെളിയുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇതിനിടയിൽ കാരണം കാണിക്കൽ നോട്ടീസിന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ല. ഉടൻ തന്നെ അത് നൽകുമെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായി, മന്ത്രിക്കടക്കം ഇതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റോഷ്നി. ശരി, ഗോപാൽ ഷീല സനലാണ് വിശദാംശങ്ങൾ നൽകി.